ആപ്കി അദാലത്തിൽ ജാവേദ് അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പണം സമ്പാദിക്കാൻ വേണ്ടി കോംപ്രമൈസ് ആകുന്നു എന്നുള്ളതാണ്. ഇത് സത്യമാണ്. താങ്കൾ എഴുതിയ പാട്ടുകളിലൊന്നും ഒരു വൾഗാരിറ്റി പോലും ഇല്ല. ആ കാര്യം സത്യമാണ്. താങ്കൾ ഒരു കാര്യത്തിലും കോംപ്രമൈസോ ആകാറില്ല. പക്ഷേ താങ്കൾ പണത്തിനു വേണ്ടി മാത്രം എഴുതുമ്പോൾ, ഒരു ബിസിനസ്സുകാരന്റെ കല്യാണത്തിന് നാടകം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിലൊരു കോംപ്രമൈസ് നടത്തുന്നതായിട്ട് താങ്കൾ അല്ല, അത് ഏതോ ഒരു ബിസിനസ്സുകാരന്റെ കല്യാണമല്ല. നിങ്ങളീ പറയുന്നത് എല്ലൻ മിത്തൽ സാറിന്റെ കാര്യമാണ്. പണ്ടതിന് അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഞാൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് വന്നിട്ട് അതൊരിക്കലും സ്ക്രിപ്റ്റ് അല്ല. ആ സ്ക്രിപ്റ്റ് വന്നിട്ട് അദ്ദേഹമാണ് പെർഫോം ചെയ്തത്. എല്ലൻ മിത്തൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മരുമകൾ, ഈ 4 പേരുമാണ് സ്റ്റേജിൽ പെർഫോം ചെയ്തത്. ഇതാ ഫാമിലിയുടെ സന്തോഷമാണ്. അവരൊക്കെ ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ്. ഇത് വളരെ വലിയ വിഷയമായി. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ മക്കളുടെ വിവാഹത്തിനും ഞാൻ എഴുതിയിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? സന്തോഷമായ നിമിഷങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അവരെ സന്തോഷപ്പെടുത്താൻ സാധിക്കണം. പക്ഷെ അതിനെ വന്നിട്ട് നിങ്ങളൊരു ബിസിനസ് പ്രൊപ്പോസലാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ആ സമയത്ത് ന്യൂസ് പേപ്പറിൽ വന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ പ്രേമൊന്ന് താങ്കൾ എഴുതിയ ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇല്ല. അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സ്റ്റീൽ പ്രേമം അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയത് വന്നിട്ട് അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് അല്ലേ, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അവരുടെ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ളത്, അതിനെ പറ്റിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നവർ പല ചോദ്യങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഡയലോഗുകളുടെ ക്വാളിറ്റി കുറയുന്നത് കാണുമ്പോൾ വീണ്ടും നിങ്ങളുടെ പേനയെടുത്ത് ഡയലോഗുകൾ ഇനിയും എഴുതണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ സർ? അതായത് നല്ല ഡയലോഗുകളുള്ള ഒരു മൂവി താങ്കളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങി വെക്കുന്നത് പോലെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാവണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ വലിയ അഭിമാനവും നമ്മുടെ തല ഉയർത്തി പിടിക്കുന്നതും പോലെയാവും. ഇപ്പോഴത്തെ സിനിമ ഡയലോഗ്സ് എല്ലാം വളരെ ക്വാളിറ്റി കുറവാണ്, ഞാൻ പെൻ എടുത്തിട്ട് എഴുതി മാറ്റി മറിക്കാന്നൊക്കെ ഞാൻ ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ നിങ്ങൾ സിനിമ കാണുന്നത് പോലെ ഞാനും സിനിമകളൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും എഴുത്ത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന സിനിമകളിലെ ഡയലോഗ്സ് ആകട്ടെ, ഗാനങ്ങളാകട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടാത്തത് അതുപോലെ തന്നെ എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് ദിവസം മുന്നേ ഞാനൊന്ന് ചിന്തിച്ചു. ഞാൻ കുറച്ച് കാലമായിട്ട് ഗാനങ്ങൾ മാത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ ലക്ഷ്യം എന്നൊരു പടത്തിന് വേണ്ടി ഞാൻ എഴുതി. എൻ്റെ തീരുമാനം എന്തെന്നാൽ ഇനി വർഷത്തിലൊരിക്കൽ ഒരു പടമെങ്കിലും എനിക്ക് എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. കഴിവിൻ്റെ പരമാവധി നല്ലതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കണം. അത് എങ്ങനെ ഉണ്ടെന്ന് ജനങ്ങളുടെ കയ്യിലാണുള്ളത്. ഒരു കാര്യം താങ്കൾ മറന്നു. വളരെ കാലത്തിന് ശേഷം താങ്കൾ എഴുതിയ സ്ക്രിപ്റ്റ്, ലക്ഷ്യ സിനിമയുടെ സ്ക്രിപ്റ്റ്, പക്ഷെ അത് നന്നായിട്ട് ഓടിയില്ല. അതെ, നിങ്ങളത് ഓടിയൊന്നും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷേ നിങ്ങളെപ്പറ്റി ഞാനെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ജയം തോൽവി ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ്. പക്ഷേ നിങ്ങളൊരു സ്റ്റാൻഡേർഡിന് മാത്രമായിട്ട് നിങ്ങളൊരു മര്യാദ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷ്യം വിചാരിച്ച് നിങ്ങൾ സന്തോഷപ്പെടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സ്ക്രിപ്റ്റ് യഥാർത്ഥ കാലഘട്ടത്തിലല്ല എഴുതിയെന്ന് തോന്നിയിട്ടുള്ളൂ. അറിയില്ല, ഫർഹാൻ ആ സിനിമയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം നല്ലതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാം വളരെ നന്നായിട്ട് അഭിനയിച്ചു. ക്യാമറ വർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ എഴുതിയ ഏതോ ഒരു കാര്യമാണ് ജനങ്ങളുടെ മനസ്സിനെ തൊടാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ മനസ്സിലാക്കിയിരുന്നിരിക്കണം. അപ്പോൾ അടുത്ത സിനിമയ്ക്ക് താങ്കളുടെ പക്കൽ സ്ക്രിപ്റ്റ് കൊടുക്കണോ വേണ്ടേ എന്ന് ഫർഹാൻ വേണം തീരുമാനിക്കാൻ. അതെ, നിങ്ങൾ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ആദ്യത്തെ സിനിമ അദ്ദേഹം എഴുതി, അത് വളരെ നന്നായിരുന്നു. ഓരോ കാലഘട്ടത്തിലെയും ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിന്റെ പിന്നിൽ ജാവേദ് അക്തറിന്റെ പേരുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ താങ്കൾ എഴുതിയ അത്രയും പാട്ടുകളിൽ എപ്പോഴും താങ്കളുടെ മനസ്സിൽ തന്നെ നിൽക്കുന്ന താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് സർ? ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, ഞാൻ എഴുതിയ ഗാനങ്ങളിൽ എനിക്കൊന്നും തന്നെ ഫേവറേറ്റ് ആയിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ, ഞാൻ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനതിൽ മുഴുവനായിട്ട് ലയിച്ചുകൊണ്ടേയിരിക്കും. അത് കറക്റ്റായിട്ടാണ് വരുന്നതെന്ന് തോന്നും. ആ സമയത്തെല്ലാം കറക്റ്റ് ആയിരിക്കും. റെക്കോർഡ് നടക്കുമ്പോഴും വളരെ ത്രില്ലിംഗ് ആയിരിക്കും. എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നും. പിന്നെ വേറൊരു ഗാനത്തിലേക്ക് ഇൻവോൾവ് ആകും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ താങ്കൾ റീസെൻ്റായിട്ട് എഴുതിയ പാട്ടിനെ കുറിച്ച് പറയൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ സുനാമിയെ പറ്റി ഒരു കവിത എഴുതുകയുണ്ടായി. ആ പാട്ട് എൻ്റെ മനസ്സിനെ ഒരുപാട് ടച്ച് ചെയ്തു. जिंदगी पुकारती है, आओ हम तुम भी मिलके पुकारें. जिंदगी कब हारती है, आओ हम तुम भी दुख से न हारें. जख्म धरती के तन पर है कारी, कितने दिल हैं जो हमसे हैं भारी. दर्द की लहर है, जहर ही जहर है, आओ ये जहर मिलके उतारें. जिंदगी पुकारती है.